ഹലോ ഗേസ് ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BGIS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ ഇൻവൈറ്റഡ് ടീംസുകൾ വെച്ചിട്ടുള്ള ഗ്രൈൻഡ് മാച്ചുകൾ ഫുള്ളി അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ഗ്രൂപ്പ് എയുടെ ലാസ്റ്റ് മത്സരങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മാച്ചുകൾ നമുക്ക് ഇന്നലെയും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മാച്ചേഴ്സ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ നമ്മൾ സാരക്സിന്റെ ടീമായുള്ള ലിഗ്ത ഈ സ്പോർട്സിന്റെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. 18 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് ടീം സ്വന്തമാക്കിയത്. അതിൽ എടുത്തു പറയേണ്ട ലാസ്റ്റ് സോളിനെയും ഗോളിലേക്കിനെയും തീർത്തുകൊണ്ടാണ് ലിഖിത സ്പോർട്സ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. IGL ഹെക്ടർ സോളോ 8 ഫിനിഷസ് ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയ 2 ദിവസമായിട്ട് സാരക്സ് എന്തായാലും ടീമിൽ കളിക്കുന്നില്ല. ആൻഡ് മാച്ച് 2 4AM 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും സ്വന്തമാക്കി. ആൻഡ് മാച്ച് 3 നമുക്ക് സോളിന്റെ വക അടുത്തൊരു ഡൊമിനേറ്റിംഗ് ചിക്കൻ ഡിന്നറും കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ TWB ലാസ്റ്റ് തീർത്തുകൊണ്ട് 16 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് സോള് സ്വന്തമാക്കിയത്. മാന്യ എയും നകുല് 6 ഫിനിഷും സ്വന്തമാക്കി. എൻ്റെ അടുത്ത മാച്ചിൽ സോളിന്റെ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കണിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ ലാസ്റ്റ് മെഡൽ സ്പോർട്സിനൊക്കെ തീർത്തുകൊണ്ട് 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് സോൾ അവിടെ സ്വന്തമാക്കിയത്. മാച്ച് 5 ഒറാങ്കുട്ടാന്റെ വക നമുക്ക് 5 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിനെ കാണാനായിട്ട് സാധിച്ചു. അവിടെ നമ്മളുടെ ലിഖിത സ്പോർട്സിന്റെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. 15 ഫിനിഷസ് ആണ് ലിഖിത സ്വന്തമാക്കിയത്. അവിടെയും IGL ഹെക്ടർ സോളോ 7 ഫിനിഷസ് ആണ് സ്വന്തമാക്കിയത്. ഹെക്ടർ വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ 4Mന്റെ വകയിൽ നമുക്ക് ആ ഒരു ചിക്കനിന്റെ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് 4M അവിടെ സ്വന്തമാക്കിയത്. അങ്ങനെ ഗ്രൂപ്പ് എയുടെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചപ്പോൾ സോൾ ആ ഒരു പോയിന്റ്സ് ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് പൊസിഷൻ അവർ നിലനിർത്തി ഇരിക്കുകയാണ്. ഫസ്റ്റ് ഡേയിൽ മാത്രമേ സോളിന് ആ ഒരു പെർഫോമൻസ് ഇല്ലാത്തുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ വേറെ ലെവൽ കംബാക്ക് പെർഫോമൻസുകളാണ് സോളിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇന്നലെ 66 പോയിന്റാണ് 2 ചിക്കൻ ഡിന്നറോട് കൂടി ടീം സ്വന്തമാക്കിയത്. ടോട്ടൽ 6 ചിക്കൻ ഡിന്നറോട് കൂടി 221 പോയിന്റായിട്ട് H1 പൊസിഷനിലാണ് ടീം നിൽക്കുന്നത്. ടീമിൽ വലിയൊരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു 28 ഫിനിഷസ് ചിക്കൻ ഡിന്നറിൽ നമ്മളെ റോണി ബെഞ്ചായിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഹണ്ടേഴ്സും സൗമ്യയായിരുന്നു കളിച്ചിരുന്നത്. പിന്നീട് നമുക്ക് റോണിയെ അധികം ടീമിൽ കാണാനായിട്ട് സാധിച്ചില്ല. റോണി ഫുള്ളി ബെഞ്ചായിട്ടാണ് നിൽക്കുന്നത്. റോണി നകുലു ആയിരുന്നു ടീമിന് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ റോണിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആ ഒരു പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരെന്തായാലും ഹണ്ടേഴ്സിനെയും സൗമ്യയും ഒരുമിച്ച് കളിപ്പിക്കുന്നത്. റോണി ഇപ്പോൾ കറന്റ് എന്തായാലും ബെഞ്ച്ഡ് ആണ്. ഇനി വരുന്ന ദിവസങ്ങൾ എങ്ങനെയായിരിക്കും സോളിന്റെ ആ ഒരു ഫോർമേഷനും സോളിന്റെ ആ ഒരു പെർഫോമൻസും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാൻ. 2ാം സ്ഥാനത്ത് നമ്മളെ ലിഖിത സ്പോർട്സ് നിൽക്കുന്നുണ്ട്. ഇന്നലെ 64 ഫിനിഷസ് ആണ് പോയിന്റ്സ് ആണ് ടീം സ്വന്തമാക്കിയത്. ടോട്ടൽ 206 പോയിന്റോടെ ഒരു സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. സാരക്സ് എനിക്ക് തോന്നുന്നു 1-2 ദിവസം മാത്രമേ കളിച്ചിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മളെ വൈപ്പർ ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്ന. ടീമിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് തേർഡ് ഒറാങ്കുട്ടാനാണ് നിൽക്കുന്നത്. ഇന്നലെ നല്ലൊരു കംബാക്ക് കാഴ്ചവെച്ചു. 7ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 154 പോയിന്റുമായിട്ട്. 5ാം സ്ഥാനത്ത് ഗോളിലേക്ക് നിൽക്കുന്നുണ്ട് 152 പോയിന്റുമായിട്ട്. നമ്മളെ ഒഫീഷ്യൽ ചാമ്പ്യന്മാർ RNTX 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് 136 പോയിന്റായിട്ട്. ഇതിൽ നിന്ന് ടോപ്പ് 8 ടീമുകൾ BGISന്റെ ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. ഈ ഒരു ടോപ്പ് 8 എത്തുക എന്നുള്ളത് വമ്പൻ കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. കാരണം ക്വാർട്ടർ ഫൈനൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി ക്വാർട്ടർ ഫൈനൽസിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് വൈൽഡ് കാർഡിലൂടെ പിന്നെയും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിലേക്ക് എത്തുക എന്നുള്ളത് ഓരോ ടീമിനും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ടോപ്പ് 8 ടീമുകൾ ക്വാർട്ടർ ഫൈനൽസിലേക്ക് എത്തി. ബോട്ടം 8 ടീമുകൾ BGISന്റെ റൗണ്ട് 4ലേക്കാണ് പോയത്. എടുത്തു പറയേണ്ടത് 4M ടീം, തമിഴാസ്, K9 തുടങ്ങിയുള്ള ടീമുകളൊക്കെ ബോട്ടം 8ലാണ് വന്നിട്ടുള്ളത്. അവർ റൗണ്ട് 4 മത്സരങ്ങളാണ് ഇനി BGISൽ കളിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് BGIS റിയൽ കോമ്പറ്റീഷൻ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. BGISന്റെ റൗണ്ട് 2 മത്സരങ്ങൾ ഈ ഒരു മാസം 27-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ചില മാച്ചുകൾ മാത്രം നമുക്ക് ലൈവ് സ്ട്രീമായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെ വലിയ ടീമുകൾ റൗണ്ട് 2ലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി അങ്ങോട്ട് നമുക്ക് തേർഡ് പാർട്ടി ഇവന്റുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ട്രിനീറ്റ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. ഗ്രൂപ്പ് എയുടെ മത്സരങ്ങൾ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മളെ വൺ ഗെയിം സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന പ്രോ ചാമ്പ്യൻഷിപ്പ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നവരുടെ പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ടോട്ടൽ 4 ഗ്രൂപ്പുകളാണുള്ളത്. ഇന്ന് നമുക്ക് ഗ്രൂപ്പ് എയുടെ മത്സരങ്ങൾ ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും. ഗ്രൂപ്പ് ബിയുടെ മത്സരങ്ങൾ ഓഫ് സ്ട്രീം ആയിട്ടായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് എയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ മല്ലു ടീമായുള്ള എറർ സ്പോർട്സ് അതിൽ മത്സരിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ
സിഗ്നേച്ചർ ഇ സ്പോർട്സും അതേപോലെ നമ്മളെ ഷാഡോയുടെ അല്ലെങ്കിൽ മൊമെക്സിലെ എക്സ് ലൈനപ്പ് കളിക്കുന്ന കാലിപ്സ് അവനും ഈ ഒരു ഗ്രൂപ്പ് ബിയിലാണ് കളിക്കുന്നത്. പക്ഷെ അവരുടെ മാച്ചുകൾ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. ഗ്രൂപ്പ് എയുടെ മത്സരങ്ങൾ മാത്രമേ ഇന്ന് നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ തേർഡ് പാർട്ടി ഇവന്റുകളും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കുറച്ച് കുറേ ഇവന്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒപ്പം നമ്മളെ BGIs ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് നോക്കാം എത്രത്തോളം അടിപൊളിയായിരിക്കും ഇനി ഓരോ കോമ്പറ്റീഷനും മല്ലു ടീമുകളുടെ പെർഫോമൻസും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോഴും കമൻറ്റ് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ ബൈ ഗൈസ്.